VN വാസവൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. കാരണം ഇതുവരെ അങ്ങനെ ഒരാൾക്ക് ഇത് കൊടുത്തിട്ടില്ല. അത് സംബന്ധിച്ച് ബിഡ് ഓപ്പൺ ചെയ്ത് ചീഫ് സെക്രട്ടറിയുടെ മുമ്പിൽ IT വിദഗ്ധരുടെ അഭിപ്രായത്തോടുകൂടി ഫയൽ എത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വാദിക്കുന്നത് TCSകാർക്ക് കൊടുക്കണം, അത് സ്വകാര്യ മേഖലയാണ്. TCSകാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയും നമ്മുടെ സോഴ്സും എല്ലാം അവരുടെ കയ്യിലെത്തും എന്ന് വെച്ചാൽ സഹകരണ മേഖലയെ തകർക്കുന്നതായിരിക്കും TCSകാർ. അപ്പോൾ TCSകാർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വാദിക്കുന്നത്. അതിൻ്റെ താല്പര്യം എന്താണെന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. നമ്മളിപ്പോൾ 45ഓളം കൂട്ടർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അത് അഡ്വർട്ടൈസ് ചെയ്ത് ഇപ്പോൾ ബിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ 100-ൽ 82% മാർക്ക് ലഭിച്ച സഹകരണ സംഘമാണ് ദിനേശ് സഹകരണ സംഘം. സഹകരണ സംഘം പൊതുമേഖലയാണ്. ആ പൊതുമേഖലയ്ക്ക് ഇതുവരെ കൊടുത്തിട്ടുമില്ല. അഭിപ്രായം ഇങ്ങനെ വന്ന് ചീഫ് സെക്രട്ടറിയുടെ മുമ്പിൽ വിദഗ്ധ സമിതി പരിശോധിച്ച് ശുപാർശ വന്നു. നിലവിൽ ബിഡ് കൊടുത്തിട്ടില്ല. ഇല്ല, കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സംബന്ധിച്ച ഒരു പരാതി ഒരാൾ ഉന്നയിച്ചു. കോടതിയും പറഞ്ഞു ഇതുമായി മുന്നോട്ട് പോകണം. കോടതി അതിന് അനുമതി നൽകിയിരിക്കുന്നു. സാങ്കേതിക വിദഗ്ധർ ശുപാർശ ചെയ്തിരിക്കുന്നു. ഇനി അത് അവാർഡ് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ചോളം പിന്നീട് ആ കമ്മിറ്റി കൂടിയേ തീരുമാനിക്കുള്ളൂ. ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം TCSകാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അവരുമായുള്ള ബന്ധം എന്താണെന്ന് അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. ഞങ്ങളേതായിരുന്നാലും TCS പോലുള്ള സ്വകാര്യ കമ്പനിക്ക് കൊടുത്ത് സഹകരണ മേഖലയെ അവരുടെ മുമ്പിൽ അടിയറ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. സഹകരണ മേഖലയിൽ തന്നെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കാണ് അത്തരം കാര്യങ്ങൾക്ക് മുൻഗണന എന്ന കാര്യം മാത്രമേ എൻ്റെ കാഴ്ചപ്പാടുള്ളൂ. ഏതായിരുന്നാലും ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉന്നയിച്ച ആക്ഷേപത്തിനൊരു അടിസ്ഥാനവും ഇല്ല. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരുയർത്തുന്ന പുതിയ ആക്ഷേപങ്ങളാണ്. മറ്റൊന്നും ഇല്ലാതെ വന്നപ്പോൾ പുതിയ ഒരെണ്ണം കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തേണ്ടത്. ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കണം എന്നുള്ളത് എന്താ കൊടുക്കാത്തതെന്ന് അദ്ദേഹം ചോദിച്ചു. TCS ഒരു സ്വകാര്യ കമ്പനിയാണ്. വന്നിട്ടുള്ള കൊട്ടേഷനിൽ അവർക്ക് മുഴുവൻ ഡേറ്റയും വേണം, ഒപ്പം നമ്മുടെ സോഴ്സും കൊടുക്കണം. അങ്ങനെ സോഴ്സും ഡേറ്റയും എല്ലാം അവരുടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയാകെ തകർക്കല്ലേ. സഹകരണ മേഖലയിലാകുമ്പോൾ ഇത് മുഴുവൻ ഗവൺമെൻറ് നിൽക്കും. മറിച്ച് സഹകരണ മേഖലയ്ക്ക് ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ഇപ്പോഴത്തെ ടെൻഡർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഇതുവരെ ഏതായാലും അത് കൊടുത്തിട്ടില്ല. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള ഒരു കമ്മിറ്റിയാണ് അത് പരിശോധിക്കുന്നത്. IT വിദഗ്ധരാണ് ഇത് സംബന്ധിച്ച് പരിശോധിച്ച് ശുപാർശയും ചെയ്യുന്നത്. TCS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരതിൽ നിന്ന് പിന്മാറിപ്പോൾ. സിംഗിൾ ബെഡ് വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ടതില്ലാന്നുള്ളത് നമ്മളും ആലോചിച്ചിരുന്നു. അവർ സ്വകാര്യ മേഖലയാണ്. അവരാവശ്യപ്പെട്ട ഈ ഡേറ്റ എല്ലാം നമുക്ക് കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് സഹകരണ മേഖലയിൽ നിന്ന് തന്നെ പൊതുമേഖലയിൽ നിന്ന് വരുമ്പോൾ ആ പ്രശ്നങ്ങളില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം അദ്ദേഹത്തിന് തന്നെയാണ് ചേരുക. TCSന് വേണ്ടി എന്താണ് അത്ര താല്പര്യം എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. ഗവൺമെൻറ്റിന് ഏതായാലും സഹകരണ മേഖലയ്ക്ക് ഇക്കാര്യങ്ങൾ കൊടുക്കും. തീരുമാനിച്ചിട്ടില്ല. അത് പരിശോധിക്കാനുള്ള സമിതി IT വിദഗ്ധരും ചീഫ് സെക്രട്ടറി അധ്യക്ഷനുള്ള സമിതിയാണ്. ഇതുവരെ എൻ്റെ മുമ്പിൽ ഫയൽ വന്നിട്ടുമില്ല. അവാർഡുമായി ബന്ധപ്പെട്ട അതിഗൗരവതരമായ ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. ടാറ്റ കൺസൾട്ടൻസിക്ക് കരാർ നൽകാനുള്ള ആദ്യ തീരുമാനം, ആദ്യ നടപടികൾ, അതിനുശേഷം അത് സഹകരണ മേഖലയ്ക്ക് കൈമാറുന്നു. അത് ദിനേശ് PD സഹകരണ സംഘത്തിന് കീഴിലെ IT വിഭാഗത്തിന് കൈമാറാനുള്ള നീക്കം നടക്കുന്നു. അതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട്, ഇടപാടുണ്ട്. 2-3 ഇരട്ടി അധികം തുകയ്ക്കാണ് ഈ കരാർ നൽകാൻ പോകുന്നത്. അതേസമയം അതങ്ങനെയല്ല, സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് വേണോ, സ്വകാര്യ കമ്പനിക്ക് നൽകണോ, അതോ സഹകരണ മേഖലയ്ക്ക് നൽകണോ എന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തല മറുപടി പറയട്ടെ. ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് താല്പര്യം എന്ന് ഈ ആരോപണത്തിൻ്റെ മുന തിരികെ വയ്ക്കാനാണ് ഇപ്പോൾ സഹകരണ മന്ത്രി ശ്രമിക്കുന്നത്. ഇപ്പോൾ ഗോകുൽ VS നമുക്കൊപ്പം വിവരങ്ങളുമായുണ്ട്. ഗോകുൽ, നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ വളരെ പ്രധാനപ്പെട്ട ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയുന്നില്ല, പക്ഷേ ഒരു ഇടപാടും ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല, സർക്കാർ നേരത്തെ നിശ്ചയിച്ചത് അനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക മാത്രമായിരുന്നു എന്നടക്കമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? മുഖ്യമന്ത്രി പ്രധാനമായിട്ടും ഇതിൽ വിശദമായി പറഞ്ഞത് 2021 ഈ വിഷയത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നത്. അന്ന് TCSന് ഇത് നൽകി. പക്ഷേ എന്നാൽ 2024 ഏകപക്ഷീയമായി TCS ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പിന്നീട് റീടെൻഡർ നടത്തി. മറ്റു കമ്പനികളെ ഒഴിവാക്കിയല്ല, മറ്റു കമ്പനികൾ പങ്കെടുത്ത ഒരു ടെൻഡർ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത് ദിനേശ് PD സഹകരണ സംഘത്തിനാണ്. അവരുടെ കീഴിലുള്ള IT വിഭാഗത്തിനാണ്. അങ്ങനെയാണ് അവർക്ക് കരാർ ലഭ്യമാകുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യം
സാഹചര്യം ഉണ്ടായത്. അതിന് നിയമവകുപ്പിൻ്റെ അനുമതിയുണ്ട്, കോടതിയുടെ അനുമതിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് രമേശ് ചെന്നിത്തല പറയുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഞാൻ മറുപടി പറയേണ്ടതില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ കരാർ വിശദാംശങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദമായി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒരു രാഷ്ട്രീയ ആരോപണം പോലെ പറഞ്ഞത് കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ പരസ്പരം നുണ പറഞ്ഞ് മത്സരിക്കുകയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ നുണകൾ പറയുന്നത് അതനുസരിച്ചുള്ള മത്സരമാണ് നടക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിൽ പ്രധാനമായി ടെൻഡർ വ്യവസ്ഥകളിൽ പറഞ്ഞൊരു കാര്യം 2024 അദ്ദേഹം ഊന്നി പറഞ്ഞൊരു കാര്യം 2024 ഏകപക്ഷീയമായി TCS ഇതിൽ നിന്ന് പിന്മാറി എന്നാണ്. ശരി, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും ഈ ഗൗരവതരമായ ആരോപണത്തിന് മറുപടി ഉണ്ടായിരുന്നു. പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള കരാറാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട IT കമ്പനികൾ, മുൻനിര കമ്പനികളിൽ ഒന്നാണ് TCS. പക്ഷേ TCS ഈ ഇടപാടിൽ നിന്ന് പിന്മാറുകയായിരുന്നു, സ്വമേധയാ പിന്മാറുകയായിരുന്നു ഇറക്കമുള്ള വിവരങ്ങൾ വരുന്നു. അതേസമയം അങ്ങനെയല്ല, 700 കോടിയുടെ സഹകരണ മേഖല ഇതുവരെ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന് കളമൊരുക്കുകയാണ് ദിനേശ് ബിഡിക്ക് കീഴിലെ IT വിഭാഗത്തിലൂടെ അവർ കരാർ നൽകുന്നതിലൂടെ. അതിനുവേണ്ടി ടെൻഡർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയെന്നിറക്കുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നതും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാകുന്നത്.